നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റബീഉൽ അവ്വൽ മാസത്തിൽ 5 ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചവരാണ്. മുഹറം മാസം കഴിഞ്ഞു. ഇനി 5 ലക്ഷം സ്വലാത്ത് ഈ 2 മാസത്തിൽ എങ്ങനെ ചൊല്ലാം എന്നുള്ളതിൻ്റെ ഒരു 2-3 വഴികൾ, എളുപ്പ വഴികൾ, എത്ര വെച്ച് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ പൂർത്തിയാകുമ്പോഴേക്കും നമുക്കത് എണ്ണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു വോയിസാണ് ഇത്. അതിനു മുമ്പ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാണ്. ആ സമയങ്ങളെ നമ്മൾ ഇബാദത്തുകളാക്കി മാറ്റണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. അതെങ്ങനെയാണ്? ഈ ദുനിയാവിൽ ഈ സമയങ്ങളെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് അനാവശ്യമായ കൂട്ടുകാരെ നമുക്കുണ്ടാകരുത്. നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കളെ നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിക്കരുത്. നല്ലോണം ധാരാളം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയങ്ങൾ നഷ്ടപ്പെടും. ഇബാദത്ത് ചെയ്യാനുള്ള സമയങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ആരോടും സംസാരിച്ചാലും ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ആ സംസാരങ്ങൾ ഇബാദത്തുകളാക്കി മാറ്റുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. 30 കൊല്ലം ഹദീസ് എഴുതുന്ന കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്തതുകൊണ്ട് 30 വർഷം പെങ്ങളാണ് വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തത്. ബുഖാരി ഇമാമിൻ്റെ ഉസ്താദിൻ്റെ ചരിത്രത്തിൽ ഇത് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ സമയത്തിൻ്റെ വിലയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനും ഇനിയും നല്ലത് പ്രവർത്തിക്കാനുള്ള സമയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 60 ദിവസത്തിൽ ഇപ്പോൾ സഫർ, റബീഉൽ അവ്വൽ 60 ദിവസം. ഇപ്പോൾ മാസം കാണുന്നതിനനുസരിച്ച് ചിലപ്പോൾ ദിവസം കുറയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്വലാത്തിൻ്റെ എണ്ണത്തിൽ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. 60 ദിവസത്തിൽ നമുക്ക് എങ്ങനെ 5 ലക്ഷം സ്വലാത്ത് ചെല്ലാം എന്നുള്ളതാണ് പറയുന്നത്. 8334 സ്വലാത്ത് ഒരു ദിവസം ചെല്ലുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് 5,40,000 സ്വലാത്താവും. കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. 8334. ഇനി അതിന് കഴിയുന്നില്ല, 8350 സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് 5,01,000 സ്വലാത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഇനി ഒരു കൃത്യമായ ഒരു എണ്ണത്തിൽ പിടിക്കുകയാണെങ്കിൽ 8400 സ്വലാത്ത് നമ്മൾ ഒരു ദിവസം ചെല്ലുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് 5,04,000 സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ്. ഇനി അതല്ലാതെ നമുക്ക് മറ്റൊരു എളുപ്പമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഈ ആദ്യം പറഞ്ഞത് കൃത്യമായ ഒരു എണ്ണം, ഇനി 60 ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെല്ലിയാലാണ് നമുക്ക് 5 ലക്ഷത്തിലേക്ക് അതിന് കൂടുതൽ ചെല്ലാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും അതേപോലെ പോകണം. ഇനി അത് കഴിയാത്തവർ ഇപ്പം ഈ വരുന്ന ഈ ഒരു സഫർ മാസത്തിൽ കുറച്ച് ചെല്ലുക. റബീഉൽ അവ്വൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ മാസം, അതിൽ ധാരാളം വർദ്ധിപ്പിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു വലിയൊരു എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ 30 ദിവസത്തിൻ്റെ ഒരു വഴിയാണ് ഇനി പറയുന്നത്. 30, അതായത് 60 ദിവസത്തിൽ 30 ദിവസം ഇളവും 30 ദിവസം കൂടുതലും ചെല്ലുക. അങ്ങനെ 60 ദിവസം 6667 സ്വലാത്ത് ഈ സഫർ മാസത്തിൽ ഒരു ദിവസം വെച്ച് ചെല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 2,10,000 സ്വലാത്താവും. ഒരു ദിവസം ചെല്ലിയാൽ 30 ദിവസം കൊണ്ട്. അതേപോലെ തന്നെ അതിന് കൂടുതൽ ചെല്ലാൻ പറ്റുന്ന ഒരു 7000 സ്വലാത്ത് ഒരു ദിവസം ചെല്ലുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 2,10,000 സ്വലാത്താവും. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് 2,10,000 സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പിലുള്ളത് 3 ലക്ഷമാണ്. അപ്പോൾ അത് റബീഉൽ അവ്വലിൽ എന്ത് ചെയ്യുക? ഒരു ദിവസം 10,000 സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 3 ലക്ഷം സ്വലാത്തായി. അപ്പോൾ റബീഉൽ അവ്വലിൽ ഒരു മാസം കൊണ്ട് 3 ലക്ഷവും സഫർ മാസത്തിൽ 2 ലക്ഷം ചെല്ലുകയാണെങ്കിൽ അങ്ങനെ 5 ലക്ഷം പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ ആദ്യം പറഞ്ഞ വഴിയും ഈ വഴിയും നിങ്ങൾക്ക് ഏതാണോ 2 മാർഗങ്ങളിലൂടെ ചെല്ലാൻ പറ്റുക, ഇൻഷാ അല്ലാഹ് കൂടുതൽ വർദ്ധിപ്പിക്കുക. മുഹറത്തേക്കാൾ സഫറിലേക്കാൾ റബീഉൽ അവ്വലിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. 5 ലക്ഷം അതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുക. ആഗ്രഹിക്കുക, കൊതിക്കുക. ഇൻഷാ അല്ലാഹ് കഴിയും. ഒരു ഇൻഷാ അല്ലാഹ് എങ്കിലും നിങ്ങൾ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.